ദൈവത്തിന് സ്തോത്രം. സർവഭൂമിയുടെയും രാജാവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 28/1/2026 രാത്രി 10 മണിക്ക് ഇങ്ങനെ ഒരു ദൈവശബ്ദം കേട്ടു: ഇറാനെ തുടരുത്, ഇറാനെ തുടരുത്. അപ്പോൾ ഇന്ന് 29-ാം തീയതി രാവിലെ പ്രാർത്ഥനയും ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് 6 മണിക്ക് മനോരമ ചാനലിലൂടെ വാർത്ത കേൾക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി, ഇറാനെതിരെ യുദ്ധഭീഷണി മുഴക്കിയിരിക്കുന്നു അമേരിക്ക. ദൈവഹിതം മാത്രം നടക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും, ആകാശത്തിൽ ലക്ഷണങ്ങൾ കാണും. അപ്പോൾ തിരുവെഴുത്തുകളുടെ പ്രവചനത്തിൻ്റെ ഏറെക്കുറെയൊക്കെ നിവൃത്തിയിലേക്ക് എത്തിയിരിക്കുന്നു. തൻ്റെ സഭയാ മണവാട്ടിയെ ചേർത്തുകൊള്ളുവാൻ രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ വരാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഹിതം മാത്രം ഓരോ വ്യക്തികളുടെ മേലെ, കുടുംബങ്ങളുടെ മേലെ, സഭയുടെ മേലെ, സമൂഹത്തിന്മേൽ, നാട്ടിൽ, രാജ്യത്തിൽ എല്ലാം അവിടുത്തെ തിരുയിഷ്ടം മാത്രം നടക്കുവാനായി ദൈവമക്കളായിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, തീരാത്ത വ്യാധികൾ ലോകത്തിൽ വർദ്ധിക്കുന്നേ, കൊടുങ്കാറ്റായി ജനം നശിക്കുന്നേ, കൊടുങ്കാറ്റായി ജനം നശിക്കുന്നേ. കാഹളം മുഴക്കി ദൈവദൂതർ മേഘത്തിൽ വന്നിടുമേ, കാലമേറ്റം സമീപമായല്ലോ, കാലമേറ്റം സമീപമായല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.